ഗുഡ് ഈവനിങ്. ഇന്ന് പ്രണയദിനമാണ്. പ്രണയത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളെ ആവിഷ്കരിച്ച പലതരം സാഹിത്യസൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിശ്ചയമായ കവിതകളുണ്ട്, കഥകളുണ്ട്, സിനിമകളുണ്ട്, അങ്ങനെ വ്യത്യസ്ത വൈവിധ്യ കഥാപ്രസംഗങ്ങളുണ്ട്. പ്രണയ തീവ്രതയെ വളരെ ഭാവാത്മകമായി ആവിഷ്കരിച്ച ഇതാണ് ഇതിൽ പലതും. അപ്പോൾ അത്തരത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് അപർണ സെൻ, പ്രശസ്തയായ ബംഗാളി സംവിധായികയായിട്ടുള്ള അപർണ സെൻ സംവിധാനം ചെയ്ത ദ ജപ്പാനീസ് വൈഫ് എന്നുള്ള സിനിമ. ആ സിനിമയുടെ വശ്യത എന്നുള്ളത് നമുക്കതത്ര പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം വശ്യതയുള്ളൊരു സിനിമയാണ്. പ്രണയത്തെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത സങ്കല്പങ്ങളെല്ലാം തന്നെ കീഴ്മേൽ മറിക്കപ്പെടുന്ന, അല്ലെ, പ്രണയത്തിന് വേണ്ടിയിട്ടുള്ള അർപ്പണം, നമ്മുടെ അർപ്പണം എന്നുള്ളൊരു സംഭവം അത് അങ്ങേയറ്റം കീഴ്മേൽ മറിക്കുന്ന ഒരു സിനിമയാണ് ദ ജപ്പാനീസ് വൈഫ് എന്നുള്ളത്. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ ഉള്ളിൽ ഒരു വിഷാദം കലർന്ന ഒരു അസംതൃപ്തിയോ തൃപ്തിയോ എന്താണെന്ന് വ്യക്തമാക്കാൻ കഴിയാത്തൊരു വികാരമാണ് ആദ്യം ഉണ്ടായത്. എന്നാൽ ആ പ്രണയത്തിൻ്റെ ദാർശനിക ഭാവം, അല്ലെങ്കിൽ ആ ദർശനങ്ങളുടെ, അത്തരത്തിലുള്ള പ്രണയത്തിൻ്റെ സൗന്ദര്യം, ഇവയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എത്ര മനോഹരമായിട്ടാണ് ആ സിനിമ വരച്ചു വെച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം അന്ന് നവമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരു സിനിമാ നിരൂപണം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ വായിക്കാം. ജപ്പാനിയായ ഭാര്യ, ദ ജപ്പാനീസ് വൈഫ്, ഭാഷാതീതമായ പ്രണയകാവ്യം. സ്നേഹമോയ് മാസ്റ്റർ ഒരു കണക്കധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രേമഭാജനമായ മിയേഗെ ജപ്പാനിലെ ഒരു ഗ്രാമത്തിൽ വസിക്കുന്നവൾ. അവർ 17 വർഷമായി പ്രണയത്തിലാണ്. കത്തുകൾ വഴി അവർ പരസ്പരം അറിയുന്നു, പ്രണയിക്കുന്നു, പരസ്പരം ആശ്വസിപ്പിക്കുന്നു, ഒടുവിൽ വിവാഹം ചെയ്യുന്നു. പക്ഷേ അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടുമുട്ടിയിട്ടില്ല. 2010 പുറത്തിറങ്ങിയ അപർണ സെന്നിൻ്റെ ദ ജപ്പാനീസ് വൈഫ് നിങ്ങളെ ശരിക്കും ഭ്രാന്ത് പിടിപ്പിക്കും. അത്രമേൽ ഭാവാത്മകമായ ആവിഷ്കാരമാണ് ഈ സിനിമ. പ്രണയത്തിന് അതിരുകളില്ല എന്ന പൊതു പ്രസ്താവനയുടെ സാധൂകരണമാണ് ഈ സിനിമ. രണ്ട് ജീവിതങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിസ്സഹായതകൾക്കും ഇടയിൽ തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്ന മനോഹരമായ പ്രണയം. കുനാൽ ബസുവിൻ്റെ പേരിലുള്ള പുസ്തകം സിനിമയാക്കിയപ്പോൾ അപർണ സെന്നിന് മുന്നിൽ വലിയ ചാലഞ്ച് തന്നെ ഉണ്ടായി കാണും. രണ്ട് പെൺജീവിതങ്ങൾക്കിടയിൽ സ്വപ്നത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങളുടെയും എളുപ്പം പൊരുത്തപ്പെടാത്ത ജീവിത വഴികളിൽ തൻ്റെ പ്രണയ സാഫല്യത്തിൻ്റെ സാധ്യത തേടി അലയുന്നു സ്നേഹമോയ് മാസ്റ്റർ. നമ്മെ വല്ലാതെ ഒരു വൈകാരിക പ്രതലത്തിലേക്ക് ഉയർത്തുന്നത്. അയാൾക്ക് മുന്നിൽ അവഗണിക്കാനാകാത്ത വിധം സന്ധ്യ എന്ന വിധവയുടെ ജീവിതവും അവളുടെ പൊട്ലു എന്ന 8 വയസ്സുകാരൻ്റെ ജീവിതവുമുണ്ട്. പൊട്ലു അയാളിലെ അച്ഛനെന്ന കരുതലിനെ നിരന്തരം ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നു. മൗഷ്മി ചാറ്റർജി ചെയ്ത മാതൃസഹജമായ വേഷം സന്ധ്യയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ അയാളെ നിരന്തരം പ്രലോഭിപ്പിക്കുകയും ചെയ്യുന്നു.
ബംഗാളിനപ്പുറത്ത് ജപ്പാനിലെ തൻ്റെ ഗ്രാമത്തിൽ വസിക്കുന്ന മിയാഗെ ക്യാൻസർ എന്ന മഹാമാരിയുടെ പിടിയിൽ അകപ്പെടുകയും ചെയ്യുന്നു. സ്നേഹമോയ് മാസ്റ്ററിലെ പ്രണയിതാവിന് അവളെ ഒരിക്കലും കൈവിടാൻ കഴിയില്ല. അയാൾക്ക് ആവശ്യമായ മെഡിസിനുകൾ അന്വേഷിച്ച് കൽക്കത്ത നഗരത്തിലേക്ക് അലയുകയാണ്. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും രോഗിയുടെ ഭൗതികമായ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് അയാൾക്ക് ബോധ്യമാകുന്നുണ്ട്. എങ്കിലും അയാളിലെ പ്രണയസമ്മർദ്ദങ്ങൾ അതിനെയെല്ലാം വിസ്മരിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. പ്രകൃതി പോലും ഈ പ്രണയ വഴിയിൽ അത്ര സുഖകരമായല്ല പ്രവർത്തിക്കുന്നത്. അയാളുടെ പ്രണയിതാവിൻ്റെ ആത്മനിഷ്ഠവും വൈയക്തികവും വികാരതീവ്രവുമായ യാത്രകളിൽ കാറ്റായും പേമാരിയായും പ്രതിരോധങ്ങൾ തീർക്കുകയാണ്. കാലാവസ്ഥാ മാറ്റം തീർക്കുന്ന ബംഗാളിൻ്റെ വന്യപ്രകൃതി അപർണ സെൻ മനോഹരമായ അബ്ബരവാളിയിൽ പകർത്തിവെച്ചിട്ടുണ്ട്. പേമാരിക്ക് അകമ്പടിയായി എത്തുന്ന മലേറിയ രോഗം പല ഘട്ടങ്ങളിൽ അയാളെ ആക്രമിച്ചിട്ടുണ്ട്. എങ്കിലും അയാളിലെ പ്രണയിതാവിൻ്റെ മഴയും കാറ്റും പരിഗണിക്കാത്ത ഈ യാത്രയ്ക്ക് അയാൾ രോഗബാധിതനാവുകയും മരണമടയുകയും ചെയ്യുകയാണ്. ആ പ്രണയം ബാഹ്യമായ ഒരു കൂടിച്ചേരലിന് അവസരമൊരുക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മെ കുറച്ചൊന്നുമല്ല ദുഃഖിപ്പിക്കുക. അത്രമേൽ ഭാവസാന്ദ്രമാണ് ഈ പ്രണയകാവ്യം. ഒടുവിൽ ഭർത്താവ് മരിച്ച വീട്ടിലേക്ക് തലമുണ്ടനം ചെയ്ത് വെള്ള കച്ച പുതച്ച് ജപ്പാനിയായ ഭാര്യ വന്നു കയറുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. കാറ്റും മഴയും പ്രകൃതിയും രോഗവും പ്രണയവും ഭാഷയുടെ പ്രതിബന്ധങ്ങളും രാജ്യാതിർത്തികളും കഥാപാത്രമാകുന്ന ഈ സിനിമ പ്രണയം അതിനെല്ലാം അതിജീവിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന അഭ്രസാക്ഷ്യമാണ്. ഒരു ചുഴലിക്കാറ്റിനും ഒരു രോഗാവസ്ഥയ്ക്കും നമ്മിൽ തളിർത്തു കഴിഞ്ഞ പ്രണയത്തെ, അതിൻ്റെ ആന്തരിക സാഫല്യത്തെ തടയാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് സ്നേഹമോയ് മാസ്റ്ററും അയാളുടെ ജപ്പാൻകാരി കാമുകി മിയാഗെയും. സ്നേഹമോയ് മാസ്റ്ററായി രാഹുൽ ബോസും മിയാഗെ ആയി ചിഗുസ തകാക്കുവും സന്ധ്യയായ റമാസെന്നും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ. അപർണ സെൻ, താങ്കളെ ഞാൻ ഹൃദയം കൊണ്ട് ആശ്ലേഷിക്കുന്നു. ഇത്രയും മനോഹരമായ ബംഗാളി അബ്ബരകാവ്യം ഒരുക്കിയതിന് എൻ്റെ കമ്പ്യൂട്ടറിൽ ഈ സിനിമ സ്ഥിരസാന്നിധ്യമായി നിലനിൽക്കുകയാണ്, എന്നിലെ നിത്യഹരിത കാമുകത്വത്തെ ഉദ്ദീപിക്കാൻ. ഇതാണ് ഞാൻ ആ സിനിമ കണ്ട് നവമാധ്യമങ്ങളിലേക്ക് എഴുതി അന്ന് പ്രസിദ്ധപ്പെടുത്തിയ കുറിപ്പ് എന്നുള്ളത്. അപ്പം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഈ സിനിമ കണ്ടവർ ഞാൻ ഈ പറഞ്ഞ ആസ്വാദനം അവർക്ക് എളുപ്പത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയും. സിനിമ കാണാത്തവർ, ഇപ്പം ജെൻസി തലമുറ എന്നെല്ലാം പറയുന്ന തലമുറയിൽപ്പെട്ടവർ ഈ സിനിമ കാണുക. ഈ സിനിമയുടെ മനോഹാരിത ആസ്വദിക്കുക. അത് നമ്മുടെ വികാരങ്ങളെ, പ്രണയഭാവനകളെ എല്ലാം പരിഷ്കരിക്കുമെന്ന് ഉറപ്പാണ്.